ഇത് നോക്കിയൊരു കിണർ നോക്കിയ റോഡിന്റെ നടുക്ക് തന്നെ. കുളമാവ് ഡാമിലെത്തിരിക്കുകയാണ് കേട്ടോ. 5 കിലോമീറ്ററോളം ഫുള്ള് ഫോറസ്റ്റാണ്. ഞാനിപ്പോൾ ഉള്ളത് ചേർത്തല KSRTC ബസ് സ്റ്റാൻഡിലാണ്. നമുക്കൊന്ന് ഇടുക്കി വരെയും പോയിട്ട് വന്നാലോ? അതും ചുരുങ്ങിയ ചിലവിൽ, അതും നമ്മുടെ സ്വന്തം ആനവണ്ടിയിൽ. വെറും 170 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചേർത്തലയിൽ നിന്ന് നമുക്ക് ഇടുക്കി വരെയും പോയി വരാം. ചേർത്തലയിൽ നിന്നും അതിരാവിലെ 2 ബസ്സുകളാണ് ഇടുക്കി ഭാഗത്തേക്ക്, അതായത് കട്ടപ്പന വരെ പോകുന്നത്. ഒന്ന് 6:10-നും രണ്ടാമത്തത് 6:40-നും. ഈ 6:40-ന് പോകുന്ന കട്ടപ്പന ബസ്സിനൊരു പ്രത്യേകതയുണ്ട്. രാവിലെ അർത്തുങ്കൽ ചർച്ചിൽ നിന്നാണ് അത് പുറപ്പെടുന്നത്. അവിടെ നിന്നും നമ്മുടെ ചേർത്തലയിൽ വന്ന് ഇവിടെയുള്ള ആളുകളെയും കൂട്ടിയാണ് ഇത് കട്ടപ്പന ഇടുക്കി ഭാഗത്തേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ കയറിയിരിക്കുന്നതും ആ ബസ്സിൽ തന്നെയാണ്. ചേർത്തലയിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്ത് കൂടിയാണ് അത് പോകുന്നത്, തണ്ണീർമുക്കം ബണ്ടിലൂടെ. രാവിലെ ആയതുകൊണ്ട് തന്നെ ഈ തണ്ണീർമുക്കം ബണ്ടിലൂടെയുള്ള യാത്രയും നല്ല ഭംഗിയാണ്. സൂര്യൻ ഉദിച്ചു വരുന്ന ആ കാഴ്ചയും മീൻ പിടിക്കാൻ പോകുന്ന ആളുകളെയും കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമുക്കിതിലൂടെ യാത്ര ചെയ്യാം. തണ്ണീർമുക്കം കഴിഞ്ഞ് ബണ്ട് റോഡും ഉല്ലലയും തലയാഴവും ഇടയാഴവും എല്ലാം കഴിഞ്ഞ് നേരെ വൈക്കത്തേക്കാണ് എത്തുന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലൂടെയാണ് നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നത്. വൈക്കം സ്റ്റാൻഡിലെത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തും. അത് കഴിഞ്ഞാൽ ആളുകളെയും കയറ്റി വീണ്ടും വണ്ടി മുന്നോട്ടാണ് പോകുന്നത്. അടുത്ത സ്റ്റാൻഡെന്ന് പറയുന്നത് തലയോലപ്പറമ്പ് ബസ് സ്റ്റാൻഡാണ്. ഈ പുലർച്ചെയുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും മുഷിച്ചിലോ മടുപ്പോ ഒന്നും തോന്നില്ല. മാത്രമല്ല പ്രഭാത കാഴ്ചകളുമൊക്കെ കണ്ടു തന്നെ നമുക്ക് യാത്ര പോകാം. തലയോലപ്പറമ്പ് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് വരുമ്പോൾ അടുത്തത് വരുന്നത് കൂത്താട്ടുകുളം ബസ് സ്റ്റാൻഡാണ്. കൂത്താട്ടുകുളം ബസ് സ്റ്റാൻഡിൽ നിന്നും വണ്ടി പുറപ്പെട്ടു തൊടുപുഴ ബസ് സ്റ്റാൻഡിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു 10 മിനിറ്റ് നമുക്ക് വണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് ഫുഡ് കഴിക്കാനും മറ്റ് പ്രാഥമിക കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ വണ്ടി നിർത്തും. അവിടെ നിന്നും വീണ്ടും നമ്മൾ വണ്ടി പുറപ്പെടുകയാണ്. വണ്ടി പുറപ്പെട്ട് കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകളെന്ന് പറയുന്നത് പൈനാപ്പിൾ തോട്ടവും അതുപോലെ തന്നെ കപ്പത്തോട്ടങ്ങളൊക്കെയുള്ള റബ്ബർ തോട്ടവും അതിൻ്റെയൊക്കെ ഇടയിലൂടെയുള്ള യാത്രയാണ്. ഭയങ്കര കയറ്റം കയറിയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര കയറ്റമാണ്, നിരങ്ങിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡ്രൈവറായിട്ട് നമ്മൾ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ മൂലമറ്റമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നാടുകാണിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നാടുകാണിയിൽ റോഡിൻ്റെ നടുക്ക് എൻ്റെ ഒരു അടിപൊളി കിണർ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ അടുത്ത് നമ്മുടെ കണ്ടക്ടർ ഏട്ടൻ വന്നിപ്പോൾ പറഞ്ഞത് മൂലമറ്റമൊക്കെ കഴിഞ്ഞ് ഇടുക്കിയിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു 12 ഹെർപ്പിൻ വളമുണ്ട്. അതിങ്ങനെ ആ ഹെർപ്പിൻ ഇങ്ങനെ കയറി ഒഴിഞ്ഞ് പോയിക്കൊണ്ട്, ഒഴുകിയല്ല എന്നാലും നിരങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിപ്പോൾ 1ാമത്തെ ഹെയർപിന്നാണ് ഇപ്പോൾ നിലവിൽ കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ. പുഴുതിക്കളം എന്ന് പറയുന്ന സ്ഥലമാണ്. പുഴുതിക്കളം ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇപ്പം ഇതിനകത്ത് ഈ കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യും. ആദ്യമായിട്ട് വരുന്നവരോ അല്ലെങ്കിൽ ഈ കാഴ്ചകൾ കാണാനോ ഒക്കെ വരുന്നവരാണെങ്കിൽ അവരെല്ലാ കാര്യങ്ങളും സമയാസമയം നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കും കേട്ടോ. ഓ, ഇത് നോക്കിയൊരു കിണർ നോക്കിയ റോഡിന്റെ നടുക്ക് തന്നെ. അതിന് നടുക്ക് കിണർ വന്നത് ആ ഒരു സ്മാരകമായിട്ട് ഇല്ല. ആ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു?
നമ്മുടെ ഈ ഇപ്പോൾ നമ്മൾ കണ്ട കിണറുണ്ടല്ലോ റോഡിൻ്റെ അടുത്ത്, അതായത് നമ്മുടെ ഡാം പണിയുന്ന, ഇടുക്കി ഡാം പണിയുന്ന കാലഘട്ടത്തിൽ, അതായത് 70 വർഷങ്ങൾക്ക് മുമ്പ് ഈ വാഹനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു അതിന് വേണ്ട സാധനങ്ങളുമായിട്ട്. അപ്പോൾ ഭയങ്കര കയറ്റമായിരുന്നല്ലോ. ആ കയറ്റം കയറി വരുമ്പോൾ ലോഡും കൊണ്ടൊക്കെ കയറ്റം കയറി വരുന്ന സമയത്ത് ഈ വാഹനങ്ങളൊക്കെ എൻജിൻ ചൂടായി പഴുത്ത് വരുന്ന സമയത്ത് അതിനകത്ത് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കിണർ അന്ന് അവിടെ സ്ഥാപിച്ചത്. അവിടെ വാഹനങ്ങളെല്ലാം അവിടെ നിർത്തി അതിൽ വെള്ളം നിറക്കുമായിരുന്നു. പിന്നീട് കാലക്രമേണ അതിൻ്റെ ആ ഒരു സ്മാരകം എന്നുള്ള നിലയിൽ ഇപ്പോൾ ഉപയോഗിക്കത്തൊന്നുമില്ല. വെറുതെ ആ ഒരു കിണർ അവിടെ ലോക്ക് വെച്ച് അതിൻ്റെ നടുക്ക് അതൊരു സ്മാരകം പോലെ അത് നിലനിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഉള്ളത് കൊണ്ടല്ലേ ഈ ചരിത്രം ഇപ്പം നമ്മൾ അറിഞ്ഞു അല്ലേ. ഓ, അത് ആ ഭാഗത്തല്ലേ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന കുന്നും ആ ഒരു ഇതില്ല, അതാണ് നമ്മുടെ വാഗമണ്ണും ഇടവേഴാപ്പൂച്ചിറ ആ ഭാഗമാണ്. അങ്ങനെ ഹെർപ്പിൽ ലാസ്റ്റത്തെ നമ്മൾ എത്തിയിരിക്കുക കേട്ടോ. ലാസ്റ്റ് ഹെർപ്പിൽ പുകയിൻപില്ല ശരിക്കുണ്ട് കേട്ടോ. നമ്മൾ ഇടുക്കി ടൗൺഷിപ്പിലേക്ക്, ഇടുക്കിയുടെ ടൗൺ ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇടുക്കി വരെയൊന്നും നമ്മൾ പോയില്ല കേട്ടോ. നമ്മൾ പോയില്ലെന്നല്ല, എനിക്ക് ഇറങ്ങേണ്ടത് ഇടുക്കി കട്ടപ്പനയിലല്ല, ഞാൻ ഇറങ്ങുന്നത് പൈനാവ് ഫോറസ്റ്റ് സ്റ്റേഷനിലാണ്. അതുകൊണ്ട് തന്നെ ഇടുക്കിക്കും കട്ടപ്പനയ്ക്കൊക്കെ മുമ്പായിട്ട് തന്നെ ഞാൻ ഇറങ്ങുന്നതാണ്. അപ്പോൾ ഈ ഒരു ബസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയെന്ന് പറയുന്നത്, രാവിലെ ഈ ഭാഗത്തുനിന്ന് പോകുന്ന ആളുകൾക്ക് അത് പുലർച്ചെ ഈ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഒരു 11, 11:30, 12 മണിക്കുള്ളിലായിട്ട് നമുക്ക് ഇടുക്കിയിൽ ചെല്ലാനായിട്ട് സാധിക്കും. ഒരാളൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈ ബസ്സിൽ കയറി ഇരുന്ന് കാഴ്ചകൾ കാണുകയോ അല്ലെങ്കിൽ ഇരുന്ന് ഉറങ്ങുകയോ മൊബൈൽ കളിക്കുകയോ എന്തൊക്കെയെങ്കിലും ചെയ്തുകൊണ്ട് നമുക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്ത് പോകാം. അതിന് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഈ നമ്മുടെ ആനവണ്ടി തന്നെയാണ്. അതുപോലെ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ, സാധാരണ ഇതേപോലെ ഈ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന KSRTCയുടെ ഡ്രൈവർമാരും അതുപോലെ തന്നെ കണ്ടക്ടർമാരെല്ലാവരും തന്നെ നല്ല ജോളിയാണ് കേട്ടോ. അതിലുള്ള യാത്രക്കാരുമായിട്ടും നല്ല മിങ്കിൾ ചെയ്ത് സംസാരിച്ച് അവർ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് വിവരണങ്ങൾ കൊടുത്തുമൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ജയേന്ദ്രൻ ചേട്ടനും വണ്ടി ഓടിക്കുന്നത് ജയേന്ദ്രൻ ചേട്ടനും അതുപോലെ തന്നെ നമ്മുടെ ഈ കണ്ടക്ടറായിട്ടുള്ളത് രാജേഷ് ബ്രോയുമാണ്. അപ്പം അവർ രണ്ടുപേരും തന്നെ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നമ്മുടെ കൂടെ തന്നെയുണ്ട് കേട്ടോ. ഓരോ കാഴ്ചകളൊക്കെ പറയാനും പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ എത്തുമ്പോൾ നമ്മളോട് വന്ന് പറഞ്ഞു തരികയൊക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും അവർക്കും വലിയൊരു നന്ദി ഞാൻ ഈ വീഡിയോയിലൂടെ അറിയിക്കണം കേട്ടോ. കട്ടയ്ക്ക് നമ്മുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഈ വണ്ടിയിൽ കയറുന്നവരെല്ലാവരും ധൈര്യമായിട്ട് കയറിക്കും. ഈ 2 സാറന്മാരും നമ്മുടെ കൂടെ കട്ടയ്ക്ക് തന്നെ കൂടെ ഉണ്ടാവും. കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ഫോറസ്റ്റ് ഏരിയയാണ് ഫുള്ള്. അങ്ങനെ നമ്മൾ മുക്തി ഉരുണ്ടയാറിലെത്തിയിരിക്കുകയാണ്. മുക്തി ഉരുണ്ടയാറ് ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയയാണ്. ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം ഒരു 5 കിലോമീറ്ററോളം ഫുള്ള് ഫോറസ്റ്റാണ്. ആനകൾ കയറുന്ന സ്ഥലമാട്ടോ അത്.
ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുമ്പോഴാണ് വൈശാലി വ്യൂ പോയിന്റ്. പൈനാവായല്ലേ? അടുത്ത സ്റ്റോപ്പാണ്. സാറിൻ്റെ പേരെങ്ങനെയായിരുന്നു? ജയേന്ദ്രൻ. അപ്പോൾ ഓക്കെ, കാണാം. ഇയാളെ ഞാൻ പുറകെ പരിചയപ്പെടുത്തി തരാം. ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മൾ ഇടുക്കിയിൽ വന്ന് ഇടുക്കി പൈനാവ് ഫോറസ്റ്റിൽ നമ്മൾ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. 170 രൂപയുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരെ വന്നെത്താം. ഇവിടെ നിന്ന് ഇനിയിപ്പം പോകുന്നത് ചെറുതോണി, കട്ടപ്പന അങ്ങനെ ഉള്ള സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ ഇടുക്കിയൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയ ഒരു ബസ് തന്നെയാണ്. അതായത് ചുരുങ്ങിയ ചിലവിൽ നമുക്ക് KSRTC ബസ്സിൽ നമ്മുടെ ആനവണ്ടിയിൽ നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഔട്ട്, മൻസൂർ മുഹമ്മദ്.